ആഹാര പാക്കറ്റിൽ തീയതി രേഖപ്പെടുത്തണം എന്നുള്ളൊരു പുതിയ നിയമം വന്നിട്ടുണ്ട്. ഷവർമ അടക്കമുള്ള ആഹാര സാധനങ്ങൾ തയ്യാറാക്കിയ തീയതിയും സമയവും പാക്കറ്റിൽ രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശം കർശനമായി നടപ്പാക്കാൻ പോവുകയാണ് ഹൈക്കോടതി. വളരെ നല്ല കാര്യം. തീർച്ചയായിട്ടും 2022 മെയ് 1 ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് കാസർഗോഡ് +1 വിദ്യാർത്ഥിനി ദേവനന്ദ മരിച്ച സംഭവത്തെ തുടർന്ന് മാതാവ് നൽകിയ ഹർജി തീർപ്പാക്കിയ ഉത്തരവിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശം. മകളുടെ മരണകാരണം ബന്ധപ്പെട്ടവർ കൃത്യമായ പരിശോധന നടത്തി ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മാതാവ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത്. അപ്പോൾ കോടതി ചെലവായി 25,000 രൂപ ഹർജിക്കാരിക്ക് നൽകണമെന്നും ഉത്തരവിലുണ്ട്. ഹർജിക്കാരിയെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു. ഷവർമ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നടത്തിയ പരിശോധനകളിൽ 12.43 ലക്ഷം രൂപ പിഴ ഈടാക്കിയെന്ന് സർക്കാർ അറിയിച്ചു. അപ്പോൾ ഈ ഷവർമ അതുപോലുള്ള ഹോട്ടൽ ഭക്ഷണങ്ങളും എല്ലാത്തിലും കൃത്യമായ തീയതി അടയാളപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അതൊരു നല്ല തീരുമാനമാണ്. ഷവർമയിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ഷവർമ ഭൂരിഭാഗം ആളുകളുടെ ഫേവറേറ്റ് ആണ്. അതെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനം വളരെ നല്ലതാണ്. നമ്മുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് ആ ഡേറ്റും മറ്റൊക്കെ മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാമല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ കൂടുതൽ കർശനമാക്കി തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരട്ടെ. അതിലൂടെ എല്ലാവർക്കും അത് ഗുണമായിരിക്കും. ഇത്തരത്തിലൊരു മാതാവ് സ്വന്തം മകൾക്ക് ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതിന്റെ ഫലമാണ് ഇങ്ങനെ ഒരു നിയമം തന്നെ വന്നത്. അതെ, പക്ഷെ എല്ലാവരും അതിന് ഇറങ്ങത്തുമില്ല. കാര്യം എന്താ, മരിച്ചു അല്ലെങ്കിൽ അപകടം സംഭവിച്ചു, ആ ഒരു രീതിക്ക് ഇപ്പൊ അത് ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്, അധികാരികളെയൊക്കെ ആണെങ്കിൽ കൂടി. അപ്പോൾ ഇതങ്ങനെയല്ല. ആ കുട്ടിയുടെ മാതാവ് അതിനായിട്ട് മുന്നോട്ട് വന്നു. ഇപ്പം ഇത്തരത്തിലൊരു നിയമം കർശനമാക്കി കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പം അത് ഒരാൾക്കല്ല അതുകൊണ്ട് ഉപകാരം. ഒരു ഈ ഷവർമ കഴിക്കുന്ന ഒരുപാട് പേരുടെ ജീവനാണ് ആ അമ്മ രക്ഷിച്ചത്. സ്വന്തം മകൾക്ക് ഷവർമ കഴിച്ച് അങ്ങനെ ഒരു വിയോഗം ഉണ്ടായെങ്കിലും ആ അമ്മയുടെ പോരാട്ടത്തിലൂടെ ഇപ്പോൾ ഒരുപാട് ജീവനുകളെയാണ് ആ അമ്മ രക്ഷിക്കുന്നത്. നിയമങ്ങൾ പോലും കർശനമാക്കാനായിട്ട് ആ അമ്മയുടെ പോരാട്ടത്തിന് സാധിച്ചു. ഹൈക്കോടതി പോലും ആ അമ്മയെ അഭിനന്ദിച്ചു. ആ അമ്മയുടെ പേര് എഴുതിയിട്ടുണ്ടോ? ഇല്ല. ദേവനന്ദ, കാസർഗോഡ് +1 വിദ്യാർത്ഥിനി ദേവനന്ദ ഷവർമ കഴിച്ച് മരിച്ചിരുന്നു. അമ്മയുടെ പേരൊന്നും എഴുതിയിട്ടില്ല. എന്നാലും ആ അമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ. അങ്ങനെ ഒരു പോരാട്ടത്തിലൂടെ ഒരു വലിയ നേട്ടമാണ് ആ അമ്മ കൈവരിച്ചത്. തീർച്ചയായിട്ടും.